ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് സംരക്ഷണം നൽകിയ ഒരു സർക്കാരാണ് ഈ സർക്കാർ. മറ്റു ആളുകൾ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴല്ലേ അവർ കേസെടുക്കാൻ നിന്നത്. എന്താ ഹേമ റിപ്പോർട്ട്? എന്താ ആ റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്? മുഴുവൻ ഈ രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങളും അധികാരങ്ങളും അഭിമാനങ്ങളും നഷ്ടപ്പെടുത്തിയ ഒരു ഭരണത്തിന്റെ ചിത്രമാണ്. എന്ത് ചെയ്തു സർക്കാർ? എന്ത് ചെയ്തു? ഞാൻ പറയുന്നത് ഹേമ റിപ്പോർട്ട് മാത്രം വേണ്ട. ഇവിടെ നാട്ടിൽ നടക്കുന്ന മറ്റൊരുപാട് വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടിയ കഥയതാ ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ഇടതുപക്ഷ സർക്കാരിന്റെ മുമ്പിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുത്ത ഏതെങ്കിലും ഒരു സംഭവം? നമ്മുടെ നാട്ടിൽ 6 വയസ്സുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്ത് ഞെക്കിക്കൊന്ന് തൂക്കിക്കട്ടിയില്ലേ? എന്ത് ചെയ്തു ഈ സർക്കാർ? 1 അല്ല 2 അല്ല 3 അല്ല. എന്ത് ചെയ്തു ഈ സർക്കാർ? അതുകൊണ്ട് പെൺകുട്ടികളും സ്ത്രീകൾക്കുമെതിരെയുള്ള ഈ അതിക്രമത്തെ അതിജീവിക്കാനുള്ള ഒരു മനസ്സും ഈ ഇടതുപക്ഷ സർക്കാർ എന്ന് മാത്രമല്ല ഇവർക്ക് അതിന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അതിൻ്റെ അകത്ത് ഇടപെട്ടിരിക്കുന്നവർ ഈ ഹേമ റിപ്പോർട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇവർ അതിനകത്ത് ഏറ്റവും കൂടുതൽ CPM അനുകൂല ആളുകളാണ്. CPM അനുകൂല ആളുകളെ രക്ഷിക്കാനാണ് ഇവരുടെ മാർഗം. അതുകൊണ്ട് തന്നെ അവർ ഡിലിയാക്കി അതിന്റെ ഗൗരവം കളഞ്ഞ് എന്നിട്ട് അതിനുശേഷം ജനങ്ങളെ പ്രശ്നം വന്നപ്പോഴാണ്, അഭിപ്രായം വന്നപ്പോഴാണ് അത് ടേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. കോടതി നന്നായി പറഞ്ഞു. കോടതി വളരെ നന്നായി പറഞ്ഞു. മറുപടി ഉണ്ടോ അവർക്ക്? കോടതി ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? മറുപടി കൊടുക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഈ ഗവൺമെന്റിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കെല്ലാം പറയാം, മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചും അറിയാം, ഈ ഇടതുപക്ഷ സർക്കാർ ഇവിടെ നിലനിൽക്കുന്നത് BJPയുടെ ഔദാര്യത്തിലാണ്. BJPയുടെ ഔദാര്യത്തിലെ മുഖ്യമന്ത്രി എന്നോ ജയിലിൽ പോണ്ടേ? മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശിവശങ്കർ എവിടെയാ ഉള്ളത്? ജയിലിലാ ഉള്ളത്. അഴിമതി കാട്ടിയ ശിവശങ്കർ ജയിലിൽ പോകുമ്പോൾ അതിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രി ശിക്ഷിക്കപ്പെടണ്ടേ? അയാൾക്കെതിരെ കേസ് പോലുമില്ല. എത്രമാത്രം അലിഗേഷൻസ്, ആരോപണങ്ങൾ, സാമ്പത്തികമായ ക്രമക്കേടുകളുടെ ആരോപണങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നു. മാധ്യമങ്ങൾ ഉയർത്തി, ജനങ്ങൾ ഉയർത്തി, സമരക്കാർ ഉയർത്തി. ഏതെങ്കിലും ഒരു കേസിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഈ BJP സർക്കാർ പിണറായി വിജയനെതിരെ കേസെടുക്കാത്തത്? അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ എടുക്കേണ്ട കേസ് എത്ര? ഒരു 20 കേസെങ്കിലും പിണറായി വിജയനെതിരെ. സ്വർണം കടത്തടക്കം, പണം കടത്തടക്കം, ഇതൊക്കെയുള്ള കേസുകൾ ഈ രാജ്യത്തുണ്ടായിട്ട് ഒരു കേസിൽ പോലും കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസി അദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ല. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു ആര്? BJPയുടെ ഗവൺമെന്റ്. ആ BJPയുടെ സംരക്ഷിക്കുമ്പോൾ അവരോട് നന്ദി കാണിക്കാൻ നന്ദിയുള്ള ഒരു മനുഷ്യനെന്ന നിലക്കായിരിക്കാൻ ചിലപ്പോൾ പിണറായി വിജയൻ BJPയെ താങ്ങി നടക്കുന്നത് എന്നതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. പ്രസിഡന്റ്, അങ്ങനെ വരുമ്പോഴേ ഈ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ചാണ്ടി ഉമ്മൻ ഇടം പിടിച്ചിട്ടുണ്ട്. BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ഒരു കോൺഗ്രസ് MLA ആണ് കേന്ദ്ര സർക്കാരിന്റെ നയം കോടതികളിൽ പറയേണ്ടത് എന്നുള്ള സ്ഥിതി. എന്താണ് അങ്ങയുടെ ഒരു പ്രതികരണം? അല്ല, അപ്പോൾ ഒരു അഡ്വക്കേറ്റ് എന്ന നിലക്ക് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരത്തിന് ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ കേസിന്റെ അകത്ത് സത്യസന്ധമായ ഒരു അപ്രോച്ച് അദ്ദേഹം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളത് കയറി ചെയ്യും. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ നയമാണല്ലോ പറയേണ്ടി വരിക കോടതിയിൽ. കേന്ദ്ര സർക്കാരിന്റെ നയമല്ല, സാധാരണഗതിയിലൊരു നയമില്ലേ? സാധാരണഗതിയിലൊരു ന്യായമില്ലേ? ആ ന്യായമല്ലേ കോടതി പറയേണ്ടത്? ഒരു സർക്കാരിന്റെ ഭാഗം പറയാനാണോ വക്കീൽ കോടതി പോകുന്നത്? ഇന്നിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇന്നിപ്പോൾ കോടതി ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരാമർശങ്ങൾ നടത്തിയതെല്ലാം യാഥാർത്ഥ്യമാണ്. അതിന് എതിർക്കാൻ പറ്റുമോ ചാണ്ടിക്ക്? അല്ല, അപ്പോൾ അത് പിൻവലിക്കണമെന്നൊരു അഭിപ്രായമില്ല. അദ്ദേഹം അഭിഭാഷകനായിട്ട് പോകട്ടെ എന്ന് തന്നെയാണോ കോൺഗ്രസിന്റെ ഒരു നിലപാട്? ഞാനത് നിസ്സാരമായി അങ്ങ് തള്ളുകയാണ്. അതിൽ വലിയ കഥയൊന്നുമില്ല. RSSന് ഇതല്ലേ അതിന്റെ മുഖം നന്നാക്കൂല ചെയ്തത്? RSSനെ കുറിച്ച് എന്താ പറഞ്ഞത് സ്പീക്കർ? നിങ്ങളെല്ലാം കണ്ടില്ലേ എന്താ പറഞ്ഞത്? അതെത്ര അത് ചെറിയ വലിയ പ്രശ്നമല്ല എന്ന് അദ്ദേഹം പ്രശ്നമല്ല. കാരണം RSSന്റെ എല്ലാ സഹായങ്ങളും വാങ്ങിയിട്ടാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയനെതിരെ ഒരു കേന്ദ്ര സർക്കാർ ഒന്ന് ചെറുപേരിൽ അനക്കിയാൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരില്ലേ അദ്ദേഹം? എത്ര കേസും പേരിൽ, എത്ര പരാതികളുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ? ഏതെങ്കിലും ഒരു പരാതിയുടെ പേരിൽ കേസെടുക്കാൻ എന്തുകൊണ്ട് BJP സർക്കാർ തയ്യാറാകുന്നില്ല? മറുപടി പറയണം ഈ നാട്ടിലെ ജനങ്ങളോട്. അല്ലെങ്കിൽ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും. അതാണ് ഇന്ത്യ, അതാണ് ജനാധിപത്യം, അതാണ് മതേതരത്വം. ഞങ്ങൾ
അത് 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 ആ ഘട്ടത്തിലല്ല നിങ്ങൾ അത് ഇതും കൂട്ടി പറയുന്ന കാര്യമില്ല. അതിനൊരു പ്രത്യേക സാഹചര്യം അവിടെയുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് ചില കുട്ടികളെ സംരക്ഷിക്കാനാണ്, കുട്ടികൾക്ക് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി എടുത്ത നടപടിയാണ് ഞാനത്. അതൊന്നും രാഷ്ട്രീയത്തിന്റെ തത്വശാസ്ത്രവുമല്ല. അത് പറഞ്ഞ് എന്നെ കൊടുക്കാനെന്ന് നോക്കണ്ട, മനസ്സിലായില്ലേ? അതവിടെ വെച്ചേ. പ്രസിഡന്റ് വേറൊരു കാര്യം, ഒരു കോൺഗ്രസ് MP BJP നേതൃത്വമായിട്ട് ചർച്ച നടത്തിയെന്ന ഒരു വാർത്ത ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങളും അത് അന്വേഷിക്കുകയാണ് ആരാതെന്ന്. ഞങ്ങളത് അന്വേഷിക്കുകയാണ്. കണ്ടെത്തിയാൽ നിങ്ങളെ കാണും. ഓക്കെ, എനിക്കറിയില്ല, തെളിവ് നമ്മളെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഇനി നമ്മളത് അന്വേഷിക്കുന്നുണ്ട്, അന്വേഷിച്ചിട്ട് നോക്കട്ടെ. അത്ര വലിയ ഗൗരവമൊന്നുമില്ല ഇതിനകത്ത്. ആരാന്ന് ഒരു ഊഹാമോഹം പോലും ആരും പറഞ്ഞിട്ടില്ല. ആർക്കാ പറഞ്ഞുകൂടാത്ത? ഞാൻ പോയിരുന്നു തെളിവില്ലാത്തൊരു കാര്യം പറഞ്ഞതിന് ഇപ്പം എന്താ കാര്യം? അതിനെന്താ പ്രയാസം? കെ സുധാകരൻ MP RSSകാരനെ കണ്ടു എന്ന് പറഞ്ഞാൽ എനിക്കെന്താ പറയാൻ കഴിയുക? ഞാൻ പോയിട്ടില്ല എന്നല്ലേ പറയാൻ കഴിയൂ? വേറെന്തെങ്കിലും പറയാൻ കഴിയോ? ഇല്ല. നിങ്ങൾ കത്തിക്കുകയും ചെയ്യും. മതിയില്ലേ? ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കാരും സംശയം